മോള് എനിക്കുന്നതിന് മുന്നേ നമുക്ക് പെട്ടെന്ന് തന്നെ അവൾക്കുള്ള പാപ്പ് ഉണ്ടാക്കാം. കാലത്തത്തെ ഫുഡാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഒരു ബനാന നല്ലോണം മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുപഴമാണ്, അതെടുത്തൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ സൈഡിൽ ഗ്യാസ് ഓണാക്കിയിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ തന്നെ രാഗി പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു മാഷ് ചെയ്ത ബനാന അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രാ സ്വീറ്റ്നർ ഒന്നും വേണ്ടി വരില്ല, ഇത് തന്നെ സ്വീറ്റ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അവർക്ക് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് അതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക, നല്ലോണം കുറുകി വരണ വരെ ചെയ്യുക. ഒന്നും കൂടി നമുക്ക് രാഗി ആയിട്ടില്ല തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെള്ളം നമ്മുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒരു 10 മിനിറ്റ്സോ 5 മിനിറ്റ്സിൻ്റെ അടുത്ത് ഒന്ന് ഇളക്കി നിൽക്കുക. കാരണം ചെറിയ കുട്ടികളാണെങ്കിൽ കൂടുതൽ നേരം വെക്കണം കേട്ടോ, അതിനനുസരിച്ചിരിക്കും. എൻ്റെ ബേബി ഒരു 8 months ഒക്കെ ആയിട്ടുണ്ട്. സോ ഇത് അവൾക്ക് ഓക്കെയാണ്. അപ്പം ഞാനൊരു 8 months ഉള്ള കുട്ടികൾക്കാകുമ്പോൾ ഇത് ഓക്കെയാണ്, അങ്ങനെ അടിക്കേണ്ടി ഒന്നും വരില്ല. ചെറിയ കുട്ടികളാണെങ്കിൽ ഇത് മിക്സിയിലൊന്ന് അടിച്ചിട്ട് കൊടുക്കുക കേട്ടോ കഴിഞ്ഞിട്ട്. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പഴം അങ്ങനെ തന്നെ അടിച്ചിട്ട് കൊടുത്താലും മതി. എൻ്റെ ബേബി 8 months ആയി, കുറച്ച് പല്ലൊക്കെ വന്നു തുടങ്ങിയിട്ട് അപ്പം മൂപ്പരാൾക്ക് അത് ഓക്കെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ കുറച്ചുകൂടി നല്ലോണം തിളപ്പിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ നല്ല കട്ടിയായി വരണ വരെ കുറച്ച് നേരമൊക്കെ വെച്ചിട്ട് കട്ടിയായി വരണ വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നിങ്ങൾ ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. ഒന്ന് നല്ലോണം എന്താ പറയുക, ചൂട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേബിക്ക് സെർവ് ചെയ്യാം. ഇത് എൻ്റെ ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ആപ്പിൾ ആയിട്ടുള്ള രാഗി ഇതും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാളും നല്ലോണം കഴിക്കും. നല്ല ടേസ്റ്റിയാണ്. അവർക്ക് പ്രത്യേകിച്ച് സ്വീറ്റ്നറൊന്നുമില്ല, നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ബേബീസിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറുക്ക് കൊടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.